ഇന്നുണ്ടല്ലോ എനിക്ക് കുറച്ച് പോർക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ പോർക്ക് വെച്ചിട്ട് നാടൻ രീതിയിലൊന്നും അല്ല, അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉള്ള രീതിക്ക് ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഓർത്ത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചാലോ ഒന്ന്. ഇത് കണ്ടില്ലേ, നല്ല തൊലിക്കണ്ടൊക്കെ ഉള്ള പോർക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇറച്ചിയായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയോണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് എടുത്തുന്നുള്ളൂ കേട്ടോ. ഈ ഒരു വലിപ്പത്തിൽ അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇനി ഇതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട്, ഉപ്പ് മാത്രം വെച്ചാൽ മതി, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലേക്ക് ഇട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഇതൊരു 250 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ഈ പാകത്തിന് ഉപ്പ് ഇടുക, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ ഞാൻ വേവിക്കുന്നത്. വേറെ ഒന്നും ഇടുന്നില്ല, വേറെ ഒരു മസാല ഞാൻ ചേർക്കണില്ല. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും പറ്റുന്ന രീതിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് വേവിക്കാം കേട്ടോ. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ഇറച്ചിക്ക് വെള്ളം ഉള്ളതല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം മതി. ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ സവാള അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഒരുവിധം പാകം മൂപ്പായി ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമ്മളിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ അങ്ങ് ചേർക്കുകയാണ് കേട്ടോ. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ അതാകുന്ന സമയത്തേക്ക് നമ്മുടെ പോർക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നല്ലപോലെ ഒന്നും വെന്തിട്ടില്ല കേട്ടോ, എന്നാലും ഒരു പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ കൂടെ അങ്ങ് ചേർക്കാവേ. ഈ വെള്ളമൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നുണ്ടല്ലോ സോയാ സോസ് ആട്ടോ. ഞാനിവിടെ 2 സ്പൂണോളം സോയാ സോസ് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇത്തരം പരന്ന തവിയായതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ്. അതും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ തവിക്ക് പരന്ന തവിയാണ്, അപ്പം തവിക്ക് ഇത് കണ്ടത് ഒരു കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാടും ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഈ സോസിൻ്റെ ഒക്കെ ഇതിലൊക്കെ ഒന്ന് പിടിച്ച് തരണം കേട്ടോ. അതിന് വേണ്ടിയാണ് കുറച്ച് നേരം വേവിക്കണം. അപ്പോൾ ഏതാണ്ട് വേവട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടപ്പൊക്കെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിച്ചോന്നോ അല്ലെ നമ്മുടെ ഇതൊക്കെ പറ്റിയോന്നൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി തുടങ്ങും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്നും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും ആവട്ടില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വേറെ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ പച്ചമുളക് കൊടുക്കുന്നത് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് പറ്റി വരട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഇത്ര മതി കേട്ടോ, ഇത്രയൊക്കെ അങ്ങ് പറ്റി വന്നാൽ മതി. ഇപ്പോൾ ആ സോസൊക്കെ അങ്ങ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങി വെക്കാം കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി ഇത് ഇച്ചിരി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇപ്പോൾ എന്താണെങ്കിലും നമുക്ക് കുറച്ച് ഇച്ചിരി ചപ്പാത്തിയുടെ കൂടെ കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ സ്പെഷ്യൽ റെസിപ്പി പാറുവിന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതിനുണ്ടല്ലോ ഒരു എരിവും മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ കൂടിയിട്ടുള്ള പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോർക്ക് വെച്ചിട്ട് പോർക്കോ ബീഫോ എന്താണെങ്കിലും കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതെ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.